ഹായ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 14 ആണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 14 ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിന് പഠിക്കാനുള്ളത്. അതിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. പക്ഷെ മറ്റ് ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണിത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യം ഒരു സിമ്പിൾ ചാപ്റ്റർ നമുക്ക് ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ 14th ചാപ്റ്റർ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ ആയിട്ടും സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. സെമി കണ്ടക്ടേഴ്സ് കൊണ്ടുണ്ടാക്കിയ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെയാണ്. ഇപ്പൊ എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് അറിയാവോ? എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ജർമേനിയം, സിലിക്കൺ എന്നൊക്കെ ചിലപ്പോൾ കെമിസ്ട്രിയിലോ ഒക്കെ 10th പഠിച്ച സമയത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടുപോയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഈ സെമി കണ്ടക്ടർ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഈ മെറ്റീരിയൽസിനെ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് എത്രത്തോളം ഒരു മെറ്റീരിയലിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്ത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഈ മൂന്ന് ടേംസും പരിചയമുള്ള ടേംസ് ആയിരിക്കുമല്ലോ. എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാൻ കഴിവുള്ള മെറ്റീരിയൽസിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അലുമിനിയം, കോപ്പർ, സ്റ്റീല് ഇവരൊക്കെ എന്താണ്, അല്ലെ ഗോൾഡ്, സിൽവർ ഒക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പം നമ്മൾ 10th മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള കെമിസ്ട്രിയിൽ വെച്ചൊരു ചാപ്റ്റർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ് മെറ്റൽസിന്റെ പല പ്രോപ്പർട്ടീസ്. മെറ്റൽ ഹൈ കണ്ടക്ടിങ് ആണ്, അതിൽ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് സിൽവർ, ദെൻ അത് കഴിഞ്ഞാണ് ഗോൾഡ്, ഇതൊക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പം ഈ മെറ്റീരിയൽസ് ഒക്കെ, അതായത് മെറ്റൽസ് സ്വാഭാവികമായിട്ടും കൂടുതലും കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്ന് പറയുമ്പോൾ അലുമിനിയം, കോപ്പർ, അയൺ, ഗോൾഡ്, സിൽവർ ഇവരൊക്കെ നന്നായിട്ട് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്ത് വിടുന്നതാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വയറിംഗ് ചെയ്യില്ലേ, അപ്പൊ കോപ്പർ വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വയറിംഗ് ചെയ്യുന്നത്. കാരണം കറണ്ട് കടന്നു പോക്കാൻ കഴിവുള്ള മെറ്റീരിയൽസിനെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വയറിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലല്ലേ അതിന്റെ അകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോവുള്ളൂ. അതുപോലെ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് എന്നൊക്കെ ഇങ്ങോട്ടുള്ള കണക്ഷൻ ഇല്ലേ, ആ വയേഴ്സ് എന്നൊക്കെ പറയുന്നത് അലുമിനിയം വയേഴ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ആ മെറ്റൽസ് എന്നുള്ള ചാപ്റ്റർ 10th ഡിസ്കസ് ചെയ്തതാണ്. ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുന്നതാണ്. അലുമിനിയം ഒക്കെ ആണെങ്കിൽ നല്ല കണ്ടക്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കോപ്പർ ഏറ്റവും കണ്ടക്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽ സിൽവർ ആണ്. പക്ഷെ സിൽവറിന്റെ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് വയറിംഗ് പോലുള്ള കാര്യത്തിനൊന്നും, അഞ്ച് വയറിങ്ങിനൊക്കെ ഒരുപാട് വേണ്ടേ, ഒരുപാട് നീളം വേണ്ടേ വയറിങ്ങിനൊക്കെ. അപ്പൊ അത്രത്തോളം ഒന്നും സിൽവർ നമുക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം എന്താ, അതിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് സിൽവർ യൂസ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടി ചീപ്പർ റേറ്റ് ആയിട്ടുള്ള എന്നാൽ കണ്ടക്ടിവിറ്റി ഉള്ള കോപ്പറും അലുമിനിയവും ഒക്കെ വയറിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കറണ്ടിനെ കടത്തിവിടാൻ കഴിവുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ വാക്കിൽ തന്നെയുണ്ട് സെമി. സെമി എന്ന് പറയുമ്പോൾ എന്താ, പകുതി എന്നല്ലേ. സെമി മീൻസ് പകുതി എന്നൊക്കെ ഒരു അർത്ഥമല്ലേ. അപ്പൊ മുഴുവനായിട്ടും കണ്ടക്ട് ചെയ്യില്ല, എന്നാൽ കുറച്ചൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് നല്ല ഫ്ലോയിൽ അങ്ങനെ ഇലക്ട്രിസിറ്റിക്ക് കടന്നു പോകാൻ പറ്റില്ല, എന്നാലും ഇലക്ട്രോൺസിന് കടന്നു പോകാൻ പറ്റുന്ന, കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് എന്ത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി ഇൻസുലേറ്റേഴ്സോ, ഇൻസുലേറ്റർ എന്താണ്, കറണ്ടിനെ കടത്തി വിടുകയേ ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡ്, അതൊന്നും കറണ്ടിനെ കടത്തിവിടാത്ത മെറ്റീരിയൽസ് ആണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, അലുമിനിയം, കോപ്പർ, മെറ്റൽസ് എല്ലാം, സോഡിയം ഒക്കെ നമുക്ക് പറയാതെ മെറ്റൽസ് എല്ലാം തന്നെ കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് ജർമേനിയം, സിലിക്കൺ ഒക്കെ പറയാം. ദെൻ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് വരുന്നത് വുഡ്, പ്ലാസ്റ്റിക് ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതില് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആള്, അതായത് കുറച്ച് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുമോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനത്തെ ഒരു കാറ്റഗറി പെട്ട ആളാണ് ആര്, സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ ഈ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സെമി കണ്ടക്ടേഴ്സിന്റെ സ്റ്റഡീസിലേക്ക് പോകുന്നേക്കാളും മുന്നേ ഒരു ആറ്റത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരു
സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റമാണ് അല്ലെ? ആറ്റത്തിൽ നിന്നല്ലേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആറ്റത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു സോഡിയം ആറ്റം എടുക്കുവാണേ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാന്ന് ഓർക്കുന്നുണ്ടോ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ സോഡിയത്തിന്റെ ആറ്റത്തിനെ നമുക്കൊന്ന് വരയ്ക്കാം. ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ദെൻ ചുറ്റുമായിട്ടും ആരുണ്ട്? ചുറ്റുമായിട്ടും ഓർബിറ്റ്സ് ഉണ്ട്. ഈ ഓർബിറ്റ്സിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. നടുക്ക് ന്യൂക്ലിയസ്, അതിനു ചുറ്റും ഓർബിറ്റ്സ്. ഓർബിറ്റ്സിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സോഡിയത്തിന് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ സോഡിയം ആറ്റത്തിൽ 11 ഇലക്ട്രോൺ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഈ 11 ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം തന്നെ കെമിസ്ട്രിയിൽ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നല്ലപോലെ പഠിച്ചതാണ്. എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2 8 1 ആയിരിക്കും അല്ലെ? 2+8 10+1 11. അപ്പൊ ടോട്ടൽ 11 ഇലക്ട്രോൺസ്. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഷെല്ലിലോ 8 പേർക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഷെല്ലില് ഇനി എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ആകെപ്പാടെ ഒരാളെ ഉള്ളൂ. ആ ഒരാളെ ഞാൻ തേർഡ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്തു. അപ്പം ഇതില് ബാലൻസ് ഷെൽ ഏതാണ്? ബാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? ഔട്ടർമോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ ബാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒറ്റ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? അപ്പൊ 3 ഓർബിറ്റ്സ് ആണ് ഇതിന്റെ അകത്ത്. 2 ഓർബിറ്റ്സ് ഫുള്ളി ഫിൽഡ് ആണ്. മൂന്നാമത്തെ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോണുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഈ 3 ഓർബിറ്റ് ആണ് ഈ ഒരു സോഡിയം യൂസ് ചെയ്തതെങ്കിലും ഇതിന്റെ മുകളിലും ഷെൽസ് കാണും. ഓക്കെ, ഇത് നമ്മൾ ഓരോന്നിനും പേരുണ്ടല്ലോ. ഇത് കെ എൽ എം എൻ ഓ ഇങ്ങനെയാണല്ലേ പോകുന്നത് ഷെല്ലുകളുടെ നെയിമിംഗ് ആണ്. കെ എൽ എം എൻ ഓ ഇങ്ങനെ പോകും. അപ്പം ഈ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച്, ഈ വാലൻസ് ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ച് ഇതിന് കുറച്ച് എനർജി കിട്ടുവാണെങ്കിൽ ഇതിന് വേണമെങ്കിൽ ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. കുറച്ചും കൂടെ എനർജി കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. കുറച്ചും കൂടെ എനർജി കിട്ടുവാണെങ്കിൽ അതിന് മേലോട്ട് പോകാം. ഇനി ഈ എനർജി തിരിച്ച് റിലീസ് ചെയ്യുമ്പോൾ ഇവര് തിരിച്ചു പോകും. അത് ഇലക്ട്രോൺസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇലക്ട്രോൺസിന് എനർജി കിട്ടുമ്പോൾ എനർജി അവർ ഗെയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? They can go to higher energy levels. ഹയർ എനർജി ലെവൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന് മുകളിലുള്ള അടുത്ത എനർജി ലെവലാണ് ഹയർ എനർജി ലെവൽ. അങ്ങോട്ട് പോകാം. കുറച്ചുകൂടെ എനർജി കിട്ടുവാണെങ്കിൽ അതിന്റെ മേളിലോട്ട് പോകാം. ഇതിന് ഇങ്ങനെ ചാടി പോകാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എനർജി ലോസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുവാണെങ്കിൽ ഇതിന് തിരിച്ച് ലോവർ എനർജി ലെവൽസിലേക്ക് പോകാൻ സാധിക്കും. അപ്പം ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന് എനർജി ഗെയിൻ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് പോകാൻ സാധിക്കും? ഹയർ എനർജി ലെവലിലേക്ക് ചാടി പോകാൻ സാധിക്കും. അതുപോലെ തന്നെ എനർജി റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനർജി ലോസ് ചെയ്താൽ അതിന് എന്ത് സംഭവിക്കും? അത് താഴ്ത്തോക്കി തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് ചാടിപ്പോരും. അപ്പം ഓരോ ഇലക്ട്രോൺസിനും ഈ ജമ്പ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ചിലർക്ക് എന്താണ് കുറെ റേഞ്ച് പോകാൻ പറ്റും. ഇപ്പൊ കുറെ ദൂരം വരെ ചാടി പോകാൻ പറ്റും. ചിലരെ സംബന്ധിച്ചോ അവർക്ക് കുറച്ച് എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ച് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്റ്റെയർ കയറുക, ഒരു അഞ്ച് ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ ലിഫ്റ്റ് ഒന്നുമില്ല, നമുക്ക് ആകെപ്പാട് സ്റ്റെയർ കയറി പോകാനേ പറ്റുള്ളൂ. ഇപ്പൊ നല്ല സ്റ്റാമിന ഉള്ള ആളാണെങ്കിലോ പെട്ടെന്ന് ആ 5 നിലയും കയറിപ്പോകും. പക്ഷെ ചിലപ്പം അത്ര ആരോഗ്യമില്ലാത്ത ഒരാളാണെങ്കിലോ അവർക്ക് ചിലപ്പോൾ 1 നില 2 നില ഒക്കെ കയറാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇലക്ട്രോൺസിന്റെ കേസിലും.
നല്ല എനർജി ഇതുള്ളവർക്ക് ഹയർ എനർജി ലെവലിലേക്ക് ചാടി ചാടി പോകാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും എല്ലാ എനർജി ലെവലിലും ഒന്നും പോകാൻ പറ്റത്തില്ല. ചിലർക്ക് 2 പറ്റുള്ളൂ, ചിലർക്ക് 4 പറ്റും, ചിലർക്ക് 6 പറ്റും, ചിലർക്ക് 1 പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും എനർജി ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഈ ഒരു എനർജി ലെവലിനെ ഓരോരുത്തർക്കും പോസിബിൾ ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോരുത്തർക്കും പോസിബിൾ ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ട്. ആ എനർജി ലെവൽസിന്റെ ആ ഒരു സെറ്റിനെ, ആ എനർജി ലെവൽസ് ഇരിക്കുന്ന ആ ഒരു സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എനർജി ബാൻഡ്സ്. എന്താണ്? എനർജി ബാൻഡ്സ്. അപ്പൊ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന് എത്ര റേഞ്ച് വരെ ആ ഇലക്ട്രോണിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു ലെവലിലേ പറ്റുള്ളൂ, അപ്പൊ അതാണ് ആ ഒരൊറ്റ ലെവലേ ഉള്ളൂ. 2 ലെവൽ പറ്റുമെങ്കിൽ അതിന്റെ അലൗഡ് എനർജി ലെവൽ എന്ന് പറയുമ്പോൾ 1ഉം 2ഉം കൂടെ വരും, ഇത്രയും. 3ആണെങ്കിലോ ഇത്രയും വരും, 4ആണെങ്കിലോ ഇത്രയും വരും. അപ്പൊ അതിന് അലൗഡ് ആയിട്ടുള്ള എനർജി ലെവൽ, ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന് അലൗഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് എത്രയാണോ ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ അതിന്റെ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനർജി ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന അലൗഡ് എനർജി ബാൻഡ്സിനെയാണ് നമ്മൾ എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. ദ റേഞ്ച് ഓഫ് അലൗഡ് എനർജി ലെവൽസ് ദാറ്റ് ഇലക്ട്രോൺ വിത്തിൻ എ മെറ്റീരിയൽ ക്യാൻ ഒക്യുപ്പൈ. ഒരു മെറ്റീരിയലിന്റെ അകത്ത് ഇലക്ട്രോണിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എത്ര എനർജി ലെവൽസ് ഉണ്ട് അതിന്റെ ആ റേഞ്ചിനെയാണ് നമ്മൾ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ,